വിജയ് തൃഷ ബന്ധത്തെ വിശുദ്ധ പ്രണയമായി ആഘോഷിക്കുകയും വിവാഹിതരായ ദിലീപിനെയും കാവ്യയെയും വിമർശിക്കുകയും വ്യക്തിഹത്യ നടത്തുകയും ചെയ്യുന്ന ജനങ്ങളുടെ ഇരട്ടത്താപ്പിനെ തുറന്നുകാട്ടി സോഷ്യൽ മീഡിയയിൽ ഉയർന്ന കുറിപ്പ് ഇങ്ങനെ: ഇമേജ് കാക്കാൻ തയ്യാറായ ഒരു സംരക്ഷണ വലയമുണ്ടെങ്കിൽ ആരോപണങ്ങൾ പോലും എസ്തെറ്റിക് ആകുമെന്ന് ഫേസ്ബുക്ക് യൂസേഴ്സിൽ ഒരാൾ കുറിച്ചു. ഇരട്ടത്താപ്പ്. കാവ്യയും ദിലീപും തമ്മിലുണ്ടായിരുന്നു വിവാഹേതര ബന്ധം. കല്യാണത്തിൽ എത്തിയിട്ട് പോലും കാവ്യയെ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന അതേ മലയാളികളാണ് തൃഷ വിജയ് അവിഹിതത്തിനെയൊക്കെ പൊക്കിപ്പിടിക്കുന്നതെന്നോർക്കണം. കഥകൾ തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? കാവ്യയും നടി, തൃഷയും നടി, ദിലീപും നടൻ, വിജയും നടൻ. നടന്മാർക്ക് രണ്ടാൾക്കും നല്ല ഒന്നാന്തരം കുടുംബമുണ്ട്. ഭാര്യയും മക്കളും അടങ്ങിയ കുടുംബമുണ്ട്. എന്നിട്ടും രണ്ടുപേരും സൈഡിലൂടെ വിവാഹേതര ബന്ധം തുടങ്ങി. അതിന്റെ പേരിൽ കുടുംബം വരെ വേണ്ടെന്ന അവസ്ഥയിലെത്തിച്ചു. അതിലൊരാൾ വിവാഹതര ബന്ധം വഴി ആ സ്ത്രീയെ ഭാര്യയാക്കി. അതിലൊരു കുഞ്ഞും ജനിച്ചു. മറ്റേയാൾ അവിഹിതത്തെ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ അവിഹിതത്തെ ഭാര്യയാക്കിയ ദിലീപിന്റെ ഭാര്യയായ കാവ്യയ്ക്കും വർഷങ്ങളായി തെറിവിളിയാണ്. പക്ഷെ അവിഹിതത്തെ ഇപ്പോഴും അവിഹിതമായി കൊണ്ട് നടക്കുന്ന വിജയ്ക്കുമില്ല ചീത്തവിളി. കുടുംബം കലക്കിയെന്ന ആരോപണത്തിന്റെ മേൽ തൃഷയ്ക്കുമില്ല ചീത്തവിളി. കാരണം വിജയ്ക്ക് അധികാരമുണ്ടല്ലോ, അധികാരത്തിന്റെ ബലമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അയാളുടെ അവിഹിത കഥകളെ പോലും സംരക്ഷിക്കേണ്ട ബാധ്യത ഇപ്പോൾ ജനങ്ങൾക്കാണല്ലോ. വിജയും തൃഷയും തമിഴകത്ത് സജീവ ചർച്ചയായിരിക്കെ കുറച്ചു പേരെങ്കിലും വിഷമിക്കുന്നത് വിജയുടെ ഭാര്യ സംഗീതയെ ഓർത്താണ്. സ്വന്തം ഭർത്താവിനെയും തൃഷയെയും ആരാധകർ പ്രണയജോഡികളായി ആഘോഷിക്കുമ്പോൾ സംഗീതയ്ക്കുണ്ടാകുന്ന വിഷമം കാണാതെ പോകുന്നെന്ന് ഇവർ പറയുന്നു. അതേസമയം വിജയുടെ മാനസികാവസ്ഥയും മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. വിജയുടെ പഴയ അഭിമുഖത്തിലെ വാചകങ്ങളും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സംഗീതയെ വിവാഹം ചെയ്യാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് വിജയ് അന്ന് സംസാരിച്ചത്. അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് സംഗീതയും വിജയും തമ്മിലുള്ള വിവാഹം നടന്നതെന്ന് വിജയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അക്കാലത്ത് വിജയുടെ ജീവിതത്തിലേക്ക് തൃഷ വന്നിട്ടില്ല. വിവാഹം കഴിഞ്ഞ് കുറച്ചു വർഷങ്ങൾക്ക് ശേഷമാണ് തൃഷയും വിജയും ഒരുമിച്ച് അഭിനയിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഒരുമിച്ച് അഭിനയിക്കുന്ന കാലത്തെ ഇവർ തമ്മിൽ അടുത്തിരുന്നു. അപ്പോഴും തടസ്സമായത് അച്ഛനാണ്. ഗോസിപ്പുകൾ വന്നു തുടങ്ങിയപ്പോൾ വിജയും തൃഷയും ഒരുമിച്ച് അഭിനയിക്കുന്നത് നിർത്തി. റിപ്പോർട്ടുകൾ പ്രകാരം ഗോസിപ്പുകൾ സംഗീതയെ ആശങ്കപ്പെടുത്തിയിരുന്നു. അതുപോലെ ആളുകൾക്ക് ആരെയാണ് ഇഷ്ടം, ആരെയാണ് വെറുപ്പ് എന്നതിനനുസരിച്ചാണ് പലപ്പോഴും സമൂഹത്തിന്റെ മൊറാലിറ്റി വർക്ക് ചെയ്യുന്നത്. ആളുകൾക്ക് ദിലീപ് കാവ്യബന്ധം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ധാർമ്മിക ബോധം കൂടും. വിജയ് തൃഷ ജോഡിയെ ഇഷ്ടമുള്ളതുകൊണ്ട് ധാർമ്മിക ബോധം കുറയും. അത്ര തന്നെ. സത്യത്തിൽ ഇമേജ് കാക്കാൻ തയ്യാറായ ഒരു സംരക്ഷണ വലയമുണ്ടെങ്കിൽ ആരോപണങ്ങൾ പോലും എസ്തെറ്റിക് ആവുകയും അത്തരമൊരു വലയമില്ലെങ്കിൽ ജീവിതം മുഴുവൻ ക്യാരക്ടർ അസാസിനേഷൻ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അതിനുള്ള പെർഫെക്റ്റ് ഉദാഹരണമാണല്ലോ കാവ്യയും തൃഷയുമൊക്കെ. ഇതാണ് റിയൽ ഇരട്ടത്താപ്പ്.